അതെ, എന്റെ ഫ്യൂച്ചറിൽ എന്റെ ഹസ്ബൻഡ് ചിലപ്പോ എന്റെ അമ്മയെ പറ്റി ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയണത്. അയ്യേട്ടാ, മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, അതിനു മുമ്പ് അവളുടെ പോടി അങ്ങോട്ട്. അമ്മ ഇത് കുടിക്ക്. അവിടെ ചേരെ ഇവിടെ വെച്ചോളാൻ. അല്ല സുരഭി, പ്രതീക്ഷ എവിടെ പോയി? പ്രതീക്ഷന്റെ കൂട്ടുകാരന് വേണ്ടിയിട്ട് ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ബിസിനസ് എന്തോ തുടങ്ങുന്ന കാര്യം. അപ്പൊ അവിടെ പണി നടക്കുന്നു, അപ്പൊ അങ്ങോട്ട് പോയിരിക്കുന്നു. പണിക്കോ? അല്ല, അണ്ണനും കാര്യങ്ങളൊക്കെ നോക്കി നടക്കും. ഓ, മേൽനോട്ടം. അവനെന്തെങ്കിലും പ്രയോജനമുള്ളതാണോ? ഗുണം കിട്ടുന്ന കാര്യം തന്നെ. ഓട്ടെ, നല്ല കാര്യം. പിന്നെ അമ്മ, നേരത്തെ ലക്ഷ്മി ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മയ്ക്ക് വിഷമമായ? എനിക്കെന്ത് വിഷമം എന്റെ പൊന്നു കുഞ്ഞേ. അതെ, എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ചുമ്മാ കിടന്നുകൊണ്ട് കാരണമില്ലാതെ വഴക്ക് പറയുന്നത് അവസാനം അച്ഛനും അമ്മയ്ക്കും തന്നെ തിരിച്ചടിക്കും. അതവൾ മനസ്സിലാക്കിയാൽ കൊള്ളാം കേട്ടോ. അയ്യോ, ഇപ്പൊ തന്നെ ഉണ്ട് അവിടെ കിടന്ന് ഉള്ള പോരുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. സാധനം കിട്ടിയേട്ടാ. എന്താ കൊച്ചമ്മ? അപ്പൊ സാധനം കിട്ടിയില്ല കൊച്ചമ്മ. ഇതെന്താ കൊച്ചമ്മ, ഇത് പൈക്കാണ് കൊച്ചമ്മ. ഞാൻ പറഞ്ഞില്ലായിരുന്നു കൊച്ചമ്മനോടെ ഗസ്റ്റ് ആയിട്ട് ഒരു ഫംഗ്ഷന് പോകുന്നു. അതിന്റെ പൈക്ക് മുടി എന്തിങ്ങനെ? കൊച്ചമ്മ, ഇത് പൈക്കടിച്ചാണ് കൊച്ചമ്മ. 2 ദിവസം കഴിഞ്ഞിട്ട് മാറുള്ളതാണ് മറ്റേ ആള് പറഞ്ഞത് എൻ്റെ അടുത്ത്. കൊച്ചമ്മ, എങ്ങനെയുണ്ട്? കിടക്കാച്ചായിട്ടില്ലേ? എടാ, എന്റെ കൂടെ കുറച്ച് മെനയായിട്ട് വരണോന്ന് ഞാൻ പറഞ്ഞപ്പോഴേ ഇത്രയും മെനകെട്ട കോലത്തിലായിരിക്കും നീ വരുന്നതെന്ന് ഞാൻ വിചാരിച്ചു. കൊച്ചമ്മയ്ക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇപ്പൊ എന്ത് ചെയ്യും ഇതിപ്പോ? എനിക്ക് അറിഞ്ഞുകൂടാ. ശരി, എങ്ങനെയുണ്ട്? കൊള്ളാമോ? കിടക്കാച്ചില്ലേ? സൂപ്പർ, നന്നായിട്ടുണ്ട്. പിന്നെ അടിപൊളി. പശു നക്കിയത് പോലെയുണ്ട്. പശു നക്കിയത് പോലെ. ഈ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്, ഈ മുഖത്ത് ഫേഷ്യൽ ചെയ്തത് എനിക്ക് മനുഷ്യർക്ക് ഇങ്ങനെ അസൂയുണ്ടാ? പ്രതീക്ഷ കുഞ്ഞായിരുന്നെങ്കിൽ ഓഹോ അടിപൊളി സൂപ്പർ എന്നൊക്കെ പറഞ്ഞാണ്. നമ്മളായോണ്ട് അടിപൊളി എന്ന് പറയുകയും ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ എന്ന് പറയും. എടാ, എന്നാലും നിനക്ക് ഇത് വേണ്ടായിരുന്നു തന്നെ കൊച്ചമ്മ. പിന്നെ കൊച്ചമ്മ, കളിക്കെടുക്ക കേട്ടോ ഐറ്റം. കലക്കിയെടുക്കും. പക്ഷെ ഒരു കാര്യം, നീ എന്തിനാ ഇതൊക്കെ അവളെ നിൽക്കുമ്പോ ഇങ്ങനെ നടന്ന് പറഞ്ഞേ? ആരും ഇത് അറിയരുത്. ശരി ശരി, അമ്മണ ആരും അറിയൂല. അതാണ് ഞാൻ പറഞ്ഞേ. അപ്പൊ നീ ഇത് കലക്ക്, നല്ല വൃത്തിയായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ കലക്കി കൊണ്ടുത്താ. ഞാൻ അകത്ത് പോയിട്ടിട്ടോ. ശരി, ഞാൻ കളിക്കെടുക്കട്ടെ. എന്തോന്ന് ചെയ്തെന്ന്? പൈക്ക് ചെയ്തെന്നോ? എന്തോന്നോ ഈശ്വര, നാളെ ഇവനെ കൊണ്ട് വേണമല്ലോ അവിടെ പോവാൻ. ഇത് തന്നെ ചിരിക്കാനുണ്ട്. കൊള്ളാം. അയ്യോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.